ശബരിമല യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന നിർണായക സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ ഉടൻ സുപ്രീം കോടതിയെ സമർപ്പിക്കും. സർക്കാർ എല്ലാ കാലത്തും വിശ്വാസികളുടെ താൽപര്യം മുൻനിർത്തി മുന്നോട്ടു പോകുമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. ശബരിമല യുവതീ പ്രവേശനത്തിൽ സ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടാണ് CPIM-നുള്ളതെന്നും എന്നാൽ പാർട്ടി നിലപാട് സർക്കാരിൽ അടിച്ചേൽപ്പിക്കില്ല എന്നുമായിരുന്നു ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രസ്താവന. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് യുവതീ പ്രവേശന നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ശബരിമല യുവതീ പ്രവേശനം വേണമെന്ന സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട സംസ്ഥാന സർക്കാർ ഒടുവിൽ നിലപാട് മാറ്റുകയാണ്. ആചാരം സംരക്ഷിക്കപ്പെടണമെന്നാണ് പുതിയ നിലപാട്. വിശ്വാസ സംരക്ഷണ നിലപാടുമായി മുന്നോട്ടു പോകാനാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ തീരുമാനം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സർക്കാർ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കും. ശബരിമല യുവതീ പ്രവേശനമടക്കം വിശ്വാസപരമായ കാര്യങ്ങളിൽ ഭരണഘടന രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്ന അവകാശം സംബന്ധിച്ച് 7 ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകും. വിശ്വാസികളുടെ താൽപ്പര്യങ്ങൾ മുൻനിർത്തി മുന്നോട്ടു പോകുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. യുവതീ പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ആചാരപരമായ കാര്യങ്ങളിൽ പാണ്ഡിത്യമുള്ളവരും സാമൂഹിക പരിഷ്കർത്താക്കളുമാണെന്ന മുൻ സത്യവാങ്മൂലത്തിലെ നിലപാടും മന്ത്രി ഓർമ്മിപ്പിച്ചു. വിശ്വാസികൾക്കൊപ്പമാണ് ഞാനും പറഞ്ഞു, അത് പാർട്ടി സെക്രട്ടറി പറഞ്ഞു തന്നെ ഞാനിപ്പോഴും പറഞ്ഞു. ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എല്ലാ കാലഘട്ടത്തിലും. 2007 അഫിഡവിറ്റിനകത്ത് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആചാരപരമായ കാര്യത്തിൽ പാണ്ഡിത്യമുള്ളവരായിരിക്കണം എന്ന കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചാൽ അതിന് എതിരെ വർത്തമാനം പറയാൻ നമുക്ക് അവകാശമുണ്ട്. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ ഒരു വിധിയാണ്. ആ വിധി ഉണ്ടാക്കിയതാരാ? BJPയുടെ ഡൽഹിയിലെ വനിതകളായിട്ടുള്ള വക്കീലന്മാർ. അവരെന്നിട്ട് ഇതിനകത്ത് ഒളിച്ചു കളിക്കുകയല്ലേ? യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ മാറിയ സാമൂഹ്യ സാഹചര്യത്തിൽ സർക്കാരിന് പുതിയ നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി വിശദീകരിക്കാൻ ശ്രമിച്ചത്. മതസ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടെ സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടി പാർട്ടി നിലകൊള്ളും. പാർട്ടി നിലപാടിൽ ഒരു മാറ്റവുമില്ല. എന്നാൽ പാർട്ടി നിലപാട് സർക്കാരിന്മേൽ അടിച്ചേൽപ്പിക്കാൻ പാർട്ടി തയ്യാറല്ല. സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനമാണ് CPIM, ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ. സ്വാഭാവികമായിട്ട് വേണം. CPIM-ന് ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിയുടേതായ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ പാർട്ടിയുടേതായ അഭിപ്രായങ്ങൾ അതേപടി നടപ്പാക്കണം ഗവൺമെൻറ്റുകൾ എന്ന് പാർട്ടി ഒരിക്കലും പറയാറില്ല. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ തെറ്റുതിരുത്തിയെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കണ്ടുള്ള നിലപാട് മാറ്റമല്ല ഇതെന്നും മുൻപും ഇടതുപക്ഷം തെറ്റ് തിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി. ജനങ്ങളുടെ ആഗ്രഹം ശബരിമലയിൽ സ്ത്രീകൾ കയറണ്ട എന്നാണെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിനൊപ്പം ഞങ്ങൾ നിൽക്കും. CPM-ഉം LDF-ഉം തെറ്റ് തിരുത്തിയിട്ടില്ലേ? തെറ്റ് തിരുത്താത്ത പാർട്ടിയാണ്. തെറ്റ് തിരുത്തലാണ്, തെറ്റാണ് നമുക്ക് ചെയ്തത്. നമ്മുടെ നിലപാട് ജനങ്ങൾക്ക് അനുകൂലമല്ല, ജനങ്ങളുടെ വിശ്വാസം അതല്ല. തെരഞ്ഞെടുപ്പ് ഇപ്പോഴല്ലേ വന്നത്? ഇത് കഴിഞ്ഞ 4 കൊല്ലമായി ശബരിമലയിൽ ദർശനം 5 ആ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ എത്ര വർഷമായി? ഇത്രയും വർഷവും ജനങ്ങൾ വളരെ സുഖമായി ശബരിമലയിൽ തൊഴുതു. അതേസമയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് യുവതീ പ്രവേശന നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. യുവതീ പ്രവേശനത്തിനായി വൻമതിൽ തീർത്ത സർക്കാരാണ് ഇപ്പോൾ നിലപാട് മാറ്റി പറയുന്നത്. പിണറായി വിജയനും കൂട്ടരും തിരിഞ്ഞോടിയ വഴിയിൽ പുല്ലുപോലും മുളച്ചില്ലെന്നും പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. ദേവസ്വം മന്ത്രി പ്രതിപക്ഷത്തെയാണ് ആക്രമിക്കുന്നത്. പ്രതിപക്ഷം വല്ല തെറ്റും ചെയ്ത ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാടിലേക്ക് ഗവൺമെന്റ് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കുന്ന കാലത്താണ് രണ്ടാമത് അവിടെ വലിയ കളവ് നടത്താൻ ശ്രമിച്ചതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായിട്ടാണ് കോടതി പരാമർശം. UDF സർക്കാർ കൊടുത്തൊരു അഫിഡവിറ്റ് കറക്റ്റ് ചെയ്തല്ലേ ഇവര്, അല്ലേ? മാറ്റിക്കൊടുത്തതല്ലേ? ഞങ്ങൾ പിന്തിരിപ്പന്മാരാണ് പ്രതിപക്ഷം. ഞങ്ങൾ ഭയങ്കര പുരോഗമന ചിന്താഗതിക്കാരാണ്, നവോത്ഥാന നായകന്മാരാണ്. പിന്നെ എന്താണ് വൻ മതിൽ കേരളത്തിലുണ്ടാക്കി ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പായപ്പോൾ ഇത്തോടിയ ആ ഓടുന്ന ഓട്ടത്തിൽ പുല്ലുപോലും മുളയ്ക്കില്ല. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രായഭേദമന്യേ പ്രവേശനം അനുവദിക്കണമെന്ന 2018 വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് കോടതിയിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നത്. യുവതീ പ്രവേശന വിധി നിലനിർത്തണമെന്ന് ഹർജിക്കാരായ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ആർത്തവത്തിന്റെ പേരിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഇത് അവരുടെ അന്തസ്സുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നുമാണ് ഹർജിക്കാരുടെ വാദം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.